ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്ന് സൺഡേ സ്കൂളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നില്ല. അത് കാരണം തക്കുടു കൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ രാവിലെ പള്ളിയിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു പോന്നു. കുർബാനയൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ചു പോന്നു. ഇന്ന് പിന്നെ പള്ളി കഴിഞ്ഞ് നേരെ അവനെ സൺഡേ സ്കൂളിലാക്കിയിട്ട് ഞങ്ങൾ നേരെ പോയിട്ട് പോട്ടി വാങ്ങിച്ചിട്ട് വന്നേ. പോട്ടി എന്ന് പറഞ്ഞാൽ കുടല് എന്നൊക്കെ പറയും. പോട്ടി എന്നാണ് ഞങ്ങൾ പറയാറ്. അപ്പൊ അത് ക്ലീനിങ്ങും അതിന്റെ പരിപാടികളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് കിട്ടും നമുക്ക്. എന്നാലും വീട്ടിൽ വന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കണം. കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇതിന്റെ പണി മുഴുവൻ ചേട്ടായാണ് കേട്ടോ ചെയ്യാറ്. ഞാനിത് അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് അറിയത്തില്ല. പിന്നെ അതുമല്ല നല്ല പാടും അത് ചെയ്യാനായിട്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. നന്നായിട്ട് വടിച്ച് ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് കഴുകി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് നല്ല പണിയുണ്ട്. ചേട്ടായി അത് ചെയ്തോളൂ കേട്ടോ. അപ്പൊ അത് കാരണം ഇനി എനിക്ക് എളുപ്പമുണ്ട്. എപ്പോൾ വാങ്ങിയാലും എപ്പോഴും ഒന്നും വാങ്ങിക്കില്ല, വല്ലപ്പോഴും വാങ്ങിക്കത്തുള്ളൂ. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള സാധനം കേട്ടോ. എല്ലാവരും ഇത് കഴിക്കുമെന്ന് അറിയില്ല. കഴിക്കില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുറെ പേരൊന്നും ഇത് കഴിക്കത്തില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് മസാലയൊക്കെ ഇട്ട് മഞ്ഞളും മുളകും മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 5-8 വിസിൽ അടിക്കണം കേട്ടോ. കുറച്ച് വേവുണ്ട്. അപ്പൊ നന്നായിട്ട് വിസിലൊക്കെ അടുപ്പിച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് ഉരുളിയിൽ സാധാരണ കടുകൊക്കെ വറുത്തിട്ട് ഇങ്ങനെ ഞങ്ങൾ ഒരു ഏത്തക്കായും കൂടി ഇട്ടായിരുന്നേ. എന്നിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ മതി. അങ്ങനെ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്ന് സൺഡേ സ്പെഷ്യൽ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പൊ ഇതിന്റെ കൂടെ കപ്പയാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. കപ്പയും പൊട്ടിയും എന്നാണ് അങ്ങനെ പറയാന്നല്ല, അതാണ് ഒരു കോമ്പിനേഷൻ. അപ്പൊ ഇന്ന് കപ്പയും പൊട്ടിയായിരുന്നു. പക്ഷെ ഇന്ന് വാങ്ങിയ കപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വേവ് ശരിക്കും വേവുന്ന കപ്പയായിരുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ ചുമ്മാ കടുക് പൊട്ടിച്ച് ഇങ്ങനെ താളിച്ചെടുക്കുക ചെയ്തത്. തേങ്ങ അരച്ചില്ല. തേങ്ങ അരയ്ക്കുന്നതാണ് നല്ലത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ നോക്കിയപ്പോൾ ഈ കപ്പ ഒട്ടും വേവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ചുമ്മാ വേവിച്ചിട്ട് ഇങ്ങനെ താളിച്ചെടുത്തു. കുഴപ്പമില്ല. പക്ഷെ എന്നാലും അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കപ്പയ്ക്ക്. പോട്ടി നല്ലതായിരുന്നു, പക്ഷെ കപ്പ അത്ര സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ ചോറുണ്ടായിരുന്നു. ചോറും വെച്ചു. കപ്പ സുഖമാവാത്തതുകൊണ്ട് പിന്നെ ചോറ് വെച്ചു. പിന്നെ ചോറും പൊട്ടിയും പിന്നെ കുറച്ച് മോര് കാച്ചിയായിരുന്നു. അപ്പൊ മോര് കാച്ചിയതും ഇതെല്ലാം വെച്ചിട്ട് കുറച്ച് കപ്പയും കൂടി കൂട്ടി അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ട് അത്താഴമൊക്കെ കഴിച്ചു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.